ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തപ്പോൾ അത് ശരിക്കും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. നമ്മളെങ്ങനെയോ ചെയ്തതാണ്. പക്ഷേ ഇത്തവണ നമ്മൾ പോകുമ്പോൾ ശരിക്കും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. കുറേ ആൾക്കാരുണ്ട് ഗൈസ് എനിക്ക്. ഓക്കെ, അപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഗുവാഹട്ടിയിലാണ്, ആസാം, പിന്നെ മേഘാലയ, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് 2 ഫ്ലൈറ്റ് ആയിട്ടാണ് പോണത്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടി. അപ്പോൾ 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ 3:30 ആയിട്ടുള്ളൂ ഗൈസ്. ഇനി നമുക്കവിടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിലെത്തി. ഇനി ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം. പക്ഷെ 1/2 മണിക്കൂർ ഡിലേ ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ ജയറാം സാറിനെ കണ്ടു, സുജാത മാമിനെ, ശ്വേത മാമിനെ, അവരെയൊക്കെ കണ്ടു. ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വിട്ടുപോയി. ഓക്കെ ഗൈസ്, നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളിപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 7:50 ഫ്ലൈറ്റ്. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കിനി സമയമുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഗുവാഹട്ടിയിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളിവിടെ ഗുവാഹട്ടി എയർപോർട്ടിലെത്തി. നമ്മൾ ലഗേജ് കിട്ടാൻ വെയിറ്റ് ചെയ്യണം. ഒരെണ്ണം കൂടെ എനിക്ക് കിട്ടാറുണ്ട്. 2 കിട്ടി. 11 മണിയായി ഗൈസ്. 3 മണിക്കൂർ ട്രാവൽ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക്. ഇനി റൂമിലേക്ക് പോകണം. നാളെ തൊട്ട് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി നാളെ റെഡി ആയിട്ട് കാണാം. നമ്മളിപ്പോ ആസാമിലെ മാകാളി ടെമ്പിളാണ് ആദ്യം വന്നത്. ഇവിടെ ഭയങ്കര മഴ, ഭയങ്കര തിരക്കാണ് ഗൈസ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ കണ്ടിട്ട്. ഞാൻ കാണിച്ചു. അതുണ്ട്. ഇതാണ് ഇവിടുത്തെ തിരക്ക്. കണ്ട, അത്രയും തിരക്കാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ്. ലൈനൊന്നും ഉള്ളിൽ കയറാൻ പറ്റില്ല. ഞങ്ങള് പിന്നെ സൂത്രത്തില് ഉള്ളിൽ ഓടി കയറിയിട്ട് കണ്ടുപോകുന്നു. ഇതാണ് ടെമ്പിളിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് കുറെ തിരക്കുണ്ട്. തണുക്കണം. ഇതേതാ സ്ഥലം? നവഗ്രഹ ടെമ്പിൾ. അത് ഗൈസ്, നേരത്തെ മൈക്കൊക്കെ എടുത്തു, പക്ഷെ കുത്താൻ മറന്നുപോയി. എന്തത്? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആസാം മ്യൂസിയത്തിലേക്ക്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂ ഉണ്ട്. അവിടെ പിന്നെ ഏതോ 2 ടെമ്പിളും കൂടി. ഇവിടെ തിരക്കൊന്നുമില്ല. നമ്മൾ നേരത്തെ പോയ ടെമ്പിളിൽ നല്ല തിരക്കായിരുന്നു. ഗൈസ്, നമ്മളിപ്പോ ആസാമിന്റെ സ്റ്റേറ്റ് മ്യൂസിയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം.
Yes. പറഞ്ഞോ. ഈ വീടിൽ വെക്കണ ഇതിന്റെ ഉള്ളിൽ കൂടെ എയർ ഇങ്ങോട്ട് പാസ് ചെയ്യും, ബ്രീത്തിങ് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് കൂളിംഗ് വീടിനകത്തേക്ക് ലൈറ്റും കാറ്റും വരാൻ വേണ്ടി. പഴയ കാലത്തെ ഇതാണ്. വിഗ്രഹത്തിന്റെ ആയിരിക്കും. അമ്പാരി പണ്ട് കാലത്ത് കുഴിച്ചെടുത്ത വിഷ്ണുവിൻ്റെ, ഇത് മറ്റേ ശിവന്റെ ശിവലിംഗം സ്ഥാപിക്കുന്ന യോനിപീഠ് എന്ന് പറഞ്ഞ ഇതാണിത്. ഇത് വിഷ്ണുവിൻ്റെ, സൂര്യ, വിഷ്ണു ഇതൊക്കെ പണ്ട് പുരാതന കാലത്ത് ഉണ്ടായിരുന്നതാണ്. കുറേ എണ്ണം ഉണ്ട്. ഒക്കെ വിഷ്ണു സൂര്യൻ തന്നെയാണ് കൂടുതലുള്ളത്. വിഷ്ണു സൂര്യാണ് കൂടുതലുള്ളത്. എല്ലാം വിഷ്ണു വിഷ്ണു വിഷ്ണു. വിഷ്ണു സൂര്യ. അമ്പാരി ഗുവാഹട്ടി. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, മണ്ണുകൊണ്ടുണ്ടാക്കിയ, കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ. മുകളിൽ എന്തൊക്കെയാന്ന് നോക്കാം. മുകളിലും എന്തൊക്കെ പണ്ടത്തെ 12th സെഞ്ചുറി, 13th 15th സെഞ്ചുറിയിലൊക്കെ, 10th സെഞ്ചുറിയിലൊക്കെയാണിത്. ഉണ്ട്. അതൊക്കെ 8th സെഞ്ചുറിക്ക് വിഷ്ണുവിൻ്റെയൊക്കെ അത്രയും പഴക്കമുള്ള. ആസാമിലെ ഗ്രാമങ്ങളുടെയൊക്കെ മോഡലത്. പഴയ ഗ്രാമത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചതാ. ആള് ബാക്കിലുണ്ട്. ഗൈസ്, നമ്മൾ വീടിന്റെ അകത്തോട്ട് കേറിയിട്ട് ഗ്രാമം എന്താ സാധനം? ഗൈസ്, ഇത് ഇവിടെയാണ് കോഴി മുട്ടിടുക. കൗഷഡ്. ഗൈസ്, ഇതൊരു പാർക്ക്. സ്റ്റോറിംഗ് ബോക്സ് ആണ്. പുറത്ത് 2 കട്ടിലുണ്ടായിരുന്നു. അത് ഡബിൾ ബെഡ്, ഇത് സിംഗിൾ ബെഡ്. ഇതിന് സ്റ്റോറേജ്, അത് സ്റ്റോറേജ് ബോക്സും കൂടിയാണ്. അതാണ് അടുക്കള, പഴയ അടുക്കള, പഴയ കാലത്തെ അടുക്കള. പിന്നെ അവരുടെ ആയുധങ്ങൾ, മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ. പഴയ കാലത്തെ ഫോട്ടോസ് എന്തൊക്കെയുണ്ട്. അവിടെ നിന്നോ, അവിടെ നോക്കിയോ. പണ്ടത്തെ കാലത്തെ ആളുകൾ കഴിച്ചിരുന്ന, ഇവിടെ നോക്കൂട്ടാ, ഇഡ്ഡലി. ഇന്നത്തെ ആൾക്കാർ കഴിച്ചിരുന്ന സാധനങ്ങളാണ്. അത് പത്തിരിയാണോ മുകളില്? പത്തിരിയാണോ? ഞാൻ പറഞ്ഞുതരാം. തിലോർ ലാറു, നരിക്കോലാർ പിത്ത, പോക്കാമിത്തോയ്, ഗിലാ പിത്ത. മനസ്സിലായിട്ടുണ്ടാവില്ലേ എല്ലാം? അട, അടയെന്ന് പറയുന്ന പേര് പോൽ പട്ടോഡയ. അവിടെ നിന്നാല് പഴയകാലത്തെ ആയുധങ്ങളൊക്കെയാണ്.
അത് ഇതാണ് പുറത്ത് നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സാണ്. പഴയ കാലത്തെ വാളുകൾ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾ, പരിചകൾ, തോക്കുകൾ, പഴയ കാലത്തെ മിസൈല് അല്ലാണ്ട് ജാപ്പാനീസ് മോർട്ടാർ ബോംബ്, പഴയ क्या क्या इधर ये बोट वगैरह आगे आएगा बोट तो सब मयूर É porque खेल ना हो. ആ ഇതുണ്ടോ? സ്റ്റേറ്റ് സൂവിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. സ്റ്റേറ്റ് സൂ കം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണിത്. ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി എടുത്താണ്. നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. കയറിയിട്ട് നോക്കാൻ ബാക്കി ഉള്ളിലെ കാര്യങ്ങളൊക്കെ. സാധനങ്ങളുണ്ട് നോക്കാൻ. ഒന്നില്ലേ? എവിടെ ഉണ്ട്? എനിക്ക് കാണാനില്ല. കിളിയാണോ? കിളി പറന്നൂല്ല ഇങ്ങനെ വെച്ച ഒന്നും കാണാനില്ല. അവിടെ ഇവിടെ എന്തോ ഒരു സാധനം. പക്ഷെ ഇത് എന്താന്ന് എന്തോ ഒരു സാധനം. പക്ഷെ ഇത് കുരങ്ങനാണ്. പക്ഷെ അതിലുള്ളത് കുരങ്ങനല്ല. വല്ലഭിന്ന് കുറഞ്ഞ എന്തോ ഒരു ഫ്രണ്ട് ഇവിടെ കാണാണ്ടോ നിങ്ങക്ക്? വല്ലതും വല്ലഭി വെള്ള കളർ മുയല് പോലെ എന്തോ. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഇത് സൂല് പടം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഉണ്ടായില്ലേ? സീബ്രല്ല, എല്ലാവർക്കും ഒന്നുമില്ല. കിളികൾ, ഹോൺബിൽ, കോഴി. അതെ വലുത്. മുകളിൽ നോക്ക്. അതെ മേലെ നോക്ക്. ഹോൺബില്ല്. സിൽവർ ഫെസന്റ്. സിൽവർ ഫെസന്റാ? മറ്റേ പഞ്ചവർണ്ണ തത്തയ അല്ല. ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടാ. നല്ല ഭംഗിയുള്ള പക്ഷികള്. കുഞ്ഞു താഴെ കണ്ട ആമേനെ നോക്ക്. ഇതാ ആമേനെ നമ്മള് കല്ലാന്ന് വിചാരിച്ചിരിക്കുക. ഭയങ്കര വലിയ ആമട്ടാ. കിളികള്. ഞാൻ എന്റെ തല നിങ്ങൾ കണ്ടപ്പോഴാണ് നോക്കിയത്. എന്താ? മലയണ്ണാൻ. മലയണ്ണാൻ നമ്മള് ശബരിമല പോകുമ്പോ കണ്ട്. സാധാ കലമാനുകളാണ്. കലമാനുകള്. കടിക്കില്ല, വേദനിക്കില്ല. എന്താ തിന്നാൻ നോക്കണത്? അപ്പൊ വേദനിച്ചു. മേലേക്ക് ഉണ്ട്. കൈ വെച്ചോ? നിനക്ക് കൈ വെക്കണ? വേണ്ട.
मुझे तू शहर की पक्का मिला चाहिए मुझे मिला ഒരെണ്ണം ഫുൾ പീലി ഉടത്തിട്ടുണ്ട് പക്ഷെ ക്ലിയർ ആവില്ല. പുള്ളി അയ്യോ മൊത്തം ഇരുട്ട്. വൾച്ചറടി വലുത്. മനസ്സിലായ എൻ്റെ അടുത്ത് എത്തി. എവിടെ ഓ എല്ലായിടത്തും ഉറങ്ങാണ്. വെള്ളമാന അതേട്ടാ കൊറേ മാനൊക്കെ ഉണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല വെള്ളമാന, ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വേറെ ടൈഗർ. ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ ഉണ്ട്. ഓ ഓസ്ട്രിച്ച് അപ്പുറത്തുണ്ട്. നീ ചെന്ന് തൊട്ടോ? അടുത്തത് വശിഷ്ഠ ടെമ്പിളിൽ വന്നൊക്കെയാണ്. ഇത് കഴിഞ്ഞ് ഇന്ന് ഒരു ടെമ്പിളും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശിരംഗയിലേക്ക് പോകും ഗൈസ്. ആട് വരുന്നുണ്ട് ബാക്കിൽ. നമ്മളടുത്തത് തിരുപ്പതി ബാലാജി ടെമ്പിളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ വൈറ്റ് കളർ, സാധാരണ റെഡ് ഉണ്ടാവാറ് അമ്പലത്തില് പെയിന്റ്. ഫോട്ടോ ആൻഡ് വീഡിയോ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി കാശിരംഗയിൽ പോവാണ്. 6 hour ഉണ്ട് നമ്മൾ രാത്രിയാവും റൂമിലെത്താൻ. അപ്പൊ ഇനി നാളെയാണ് ബാക്കി. ഓക്കെ.